ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാല് പിന്നെ വീട്ടിലിങ്ങനെ കാത്തിരിക്കുന്നവരെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം വേണം. എന്താ ശരിയല്ലേ? അതെ, ഇപ്പൊ നിങ്ങൾ മൂളിയായിരുന്നു ശ്രീദേവി ടീച്ചർ. എവിടെ? ഹലോ, അതെ, എവിടുന്നാ? എന്താ കുഞ്ചുസേ, ആരാ? അതെ, കള്ളു കുടിച്ചാൽ അത് വയറ്റിൽ തന്നെ കിടക്കണം, അല്ലാണ്ട് തോന്നിയാസം കാണിക്കരുത്. എന്താ കുഞ്ചുമാവാ, എന്തു പറ്റി? കുന്തം ഫിറ്റാടാ, ഫിറ്റ്. കണ്ടില്ലേ വാപൂത്തി പിടിച്ച് നിൽക്കുന്നത്? ഇന്നേ പത്രാധിപർ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, ഇന്നത്തെ കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു ഞാൻ. ആഹാ, ഇങ്ങ് എത്തിയല്ലോ. എന്ത് പറ്റിയാവോ? അയ്യോ, ഞാൻ വിചാരിച്ചു പത്രാധിപർ അദ്ദേഹത്തിന്റെ വരവാണെന്ന്. നല്ല ആൾക്കാരാ. ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇങ്ങനെ കയറി വരുന്നതിന് പകരം ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ മാധവേട്ട? എന്തെങ്കിലും അത്താഴം ഒരുക്കി വെച്ചേനല്ലോ ദേവു. വരൂ. എന്താ മാധവേട്ട, എന്തു പറ്റി? നന്ദൻ, പ്ലീസ്, എന്താ പറ്റിയത്? നന്ദൻ, പ്ലീസ് പറയണം, എന്താ സംഭവിച്ചത്? എന്റെ അച്ഛൻ എന്തെങ്കിലും? നന്ദൻ, പറയാനാ പറഞ്ഞത്. പ്ലീസ്, എന്താ പറ്റിയത് അച്ഛന്? ശേഖരേട്ടൻ ദേവു, ഞാൻ പറയുന്നതൊന്ന്. ഹരി, ഇത് അകത്തെ പേജിൽ പോകും. എന്നിട്ട് ഇവിടെ അനുശോചനങ്ങളുടെ തീരാപ്രവാഹം. ഇവിടെ അല്ലേ? അങ്ങനെ. മോളിങ്ങി വന്നോ? എന്തേ അരവിന്ദേട്ടൻ പെട്ടെന്നൊരു ലോങ് ലീവ് ചോദിച്ചു കേട്ടല്ലോ? ഒരു 3 ആഴ്ചത്തേക്ക്. വയ്യ മോളെ, ശേഖരേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഇല്ലാതായി പോയപ്പോ പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു നീറ്റല്, വല്ലാത്തൊരു വീർപ്പുമുട്ടല് ഈ ഓഫീസിന്റെ ഉള്ളില്. തിരിച്ച് രാഷ്ട്രഭൂമിയിലേക്ക് തന്നെ പോവാൻ അരവിന്ദേട്ടൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നും കേട്ടു. അയ്യോ, മോളോട് ഇതാര്? ഇന്നലെ രാഷ്ട്രഭൂമി മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്രനെ ചെന്ന് കണ്ടിരുന്നു, കോട്ടയ്ക്കൽ വെച്ചിട്ട്. അല്ലേ? അയ്യോ, അത് വെറും ചുമ്മാ. അദ്ദേഹത്തിന്റെ പിഴിച്ചിൽ എങ്ങനെയുണ്ട്, കിഴി എങ്ങനെയുണ്ടെന്നെല്ലാം സുഷമ വെറുതെ ഫോണിൽ വിളിച്ച് സുഖവിവരം അന്വേഷിച്ചപ്പോ എന്താ പറയാ, കുട്ടി നേരിട്ട് വന്ന് എന്റെ അസുഖം അറിഞ്ഞാ മതിന്ന് നരേന്ദ്രേട്ടന് ഒരൊറ്റ വാശന. സുഷമയ്ക്ക് ഒരു കൂട്ടിന് വെറുതെ കൂട്ടത്തിൽ ഞാനും പോയി ചെന്ന് കണ്ടു എന്നല്ലാതെ. ഞാൻ വിവരം അറിഞ്ഞതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഹരി, തീർന്നില്ലല്ലോ ഇതുവരെ? തീർന്നു. അനുശോചനങ്ങളുടെ തീരാപ്രവാഹം. ശേഖർജിയുടെ ദേഹവിയോഗത്തില് ആരൊക്കെയാണാവോ ഇപ്പോഴും നിർത്താതെ കണ്ണീരൊഴുക്കുന്നത്? അത് സംസ്ഥാന സഹകരണ മന്ത്രി ജർമ്മനിന്ന്, പിന്നെ അമേരിക്കയിലെ ഫിലഡൽഫിയയിൽ വെച്ച് വിവരം അറിഞ്ഞിട്ട് സംസ്ഥാന ആഭ്യന്തരമന്ത്രി, പിന്നെ പ്രതിപക്ഷ നേതാവ് പി.കെ. ആൻഡ്രൂസ് ഡൽഹിന്ന്. അല്ലേ? അതെ. പിന്നെ കിടന്ന കിടപ്പിൽ നമ്മുടെ രാഷ്ട്രഭൂമി നരേന്ദ്രേട്ടൻ ഒരു സന്ദേശം പറഞ്ഞു തന്നു ശേഖരേട്ടനെ കുറിച്ച്. നേരിട്ട് സ്ഥലത്തില്ലായിരുന്നെങ്കിലും പകരക്കാര് വശം നല്ല അസല് റീത്ത് കൊടുത്തയച്ചിരുന്നു ഇവര് 4 പേരും. അവന്റെയൊക്കെ റീത്തിന്റെ അടിയിൽ കിടന്ന് ശ്വാസം മുട്ടി പൊളഞ്ഞിട്ടുണ്ടാവും എന്റെ അച്ഛൻ. മോളെ,
കാഴ്ച ബംഗ്ലാവിലെ കാണ്ടാമൃഗം ചെരിഞ്ഞാലും റീത്ത് വെക്കാൻ ഇളിച്ചാട്ടി നിൽക്കുന്ന ഇവന്റെയൊക്കെ പേര് പോലും മേലാൽ അച്ചടിച്ചു പോരുത് ശേഖരന്റെ ഈ പത്രത്തില്. അല്ല മോളെ, ഒരു മരണമെന്നൊക്കെ പറയുമ്പോ ആരോടായാലും ചില ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം നമ്മള്. ഇനി ഞാനായിട്ടൊരു ചിക്കാരം കാണിച്ചൊന്നും വേണ്ട. കയറി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞോളൂ. അവിടെ അവന്റെയൊക്കെ സ്ഥാനം. ആ പിന്നെ മോളെ, ഒരു മിനിറ്റ്, ഇതിനിടയ്ക്ക് അത് പറയാൻ വിട്ടുപോയി. ഇന്നലെ ക്ലബ്ബിൽ വെച്ച് കണ്ടപ്പോ ആറം പറഞ്ഞിട്ടാ ഞാൻ വിവരം അറിയുന്നത്. ബാങ്കിൽ നിന്നുള്ള നമ്മുടെ ലോണിന്റെ കുടിശ്ശികയ്ക്ക് ജപ്തി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുക അവര്. അല്ല, ഇനിയിപ്പോ ശേഖരേട്ടൻ ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് മോളിൽ നിന്നുള്ള പ്രഷറിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാന്നാ ആറമ്മന്റെ സ്റ്റാൻഡ്. മോളുടെ ഈ കഷ്ടപ്പാട് ഓരോന്നിങ്ങനെ കാണുമ്പോ എന്റെ ഒരു അഭിപ്രായത്തില് നമുക്ക് ആർക്കെങ്കിലും അങ്ങ് വിറ്റ് കളഞ്ഞാലോ മോളെ ഈ പത്രം. അല്ല, കേൾക്കുമ്പോ മോൾക്ക് വിഷമം ഉണ്ടാവും അറിയാഞ്ഞിട്ടല്ല അരവിന്ദേട്ടന്. പക്ഷെ ഇപ്പോഴാവുമ്പോ ചിലരെങ്കിലും അങ്ങ് നിൽപ്പുണ്ട് ജാഗ്രത വാങ്ങിയാൽ കൊള്ളാന്നുള്ള താല്പര്യത്തില്. ഇനി ഇതും കൂടെ അങ്ങ് നിന്ന് പോയാ പിന്നെ അരവിന്ദേട്ടന്റെ മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച്. ആ ഇടയ്ക്ക് സുഷമ വിളിച്ചപ്പോ താല്പര്യം പോലെ പറഞ്ഞിരുന്നു നമ്മുടെ വിശ്വേട്ടൻ, ട്രാവൻകൂർ ന്യൂസ് പേപ്പേഴ്സ് കമ്പനി ചെയർമാൻ വിശ്വനാഥൻ. മോള് വിശ്വേട്ടനോടൊന്ന് സംസാരിച്ചു നോക്കിയാലേ. മോളെ, എന്താ ഇത്? സ്വന്തം ജീവിതം കൊടുത്ത് നിലനിർത്തിയത് എന്റെ അച്ഛൻ ഈ പത്രം. എന്നിട്ട് ഞാനിത് വിശ്വനാഥനെ പോലെ ഒരു റെച്ചഡ് ഫോർത്ത് റേറ്റ് റോഗിന്റെ കാൽക്കീഴിൽ കൊണ്ടുവച്ച് അടിയറവ് പറയണം, ഏറ്റെടുക്കാൻ അപേക്ഷിക്കണം അല്ലേ? ഉളുപ്പില്ലാതെ പോയാലും അരവിന്ദേട്ടൻ നിങ്ങൾക്ക് എഴുന്നള്ളിക്കാൻ. You are so dirty, so cheap, so nasty. അയ്യോ മോളെ, ഞാൻ മോളെ. എടോ അരവിന്ദൻ, മേലാലെന്തെങ്കിലും വേണ്ടാതരം വിളമ്പിയിട്ട് ആ കുഞ്ഞിനെ ദണ്ഡിപ്പിച്ചാലുണ്ടല്ലോ തല അല്പം നരച്ചു പോയെന്നൊന്നും കണക്കാക്കേണ്ടതാൻ. ഓടിച്ച് ചെകിടിയെ പൊട്ടിക്കും. അയ്യോ മാഷ, ഇറങ്ങി പോടാ അവിടുന്ന്. അയ്യേ, ആരെങ്കിലും ഒരു പോഴത്തം പറഞ്ഞെന്ന് വെച്ചാൽ അതിനിങ്ങനെ കരയാൻ അവളൊരു നാണക്കേട് കഴുത. എണീടെ അവിടുന്ന്. എന്താ മോളെ ഇത്? മോൾ എന്തിനാ ഇങ്ങനെ വെറുതെ? അതിനോടൊപ്പം എന്ത് പറ്റിയെന്ന് ഇത് കണ്ടില്ലേ? ഒരു കുഴപ്പമില്ല എനിക്ക്. വേണ്ട വേണ്ട, ഇനി എന്റെ കണ്ണു നിറയില്ല. അത് കണ്ടിട്ട് പിന്നെ ഇവിടെയുള്ളവർ കൂടി വിഷമം തോന്നിക്കണ്ട എന്നൊക്കെ വലിയ കാര്യത്തിൽ വാക്ക് പറഞ്ഞതാ കാലത്തിങ്ങോട്ട് പുറപ്പെടുന്ന മുൻപ്. എന്നിട്ടിപ്പോ കുഞ്ചുസേ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ മൂക്ക് പിഴിയാനും നിലവിളിക്കാനും ഒന്നും പുറപ്പെടണ്ട കേട്ടല്ലോ. അടങ്ങി ഒതുങ്ങി ഇരുന്നോണം ഒരു ഭാഗത്ത്. ആ അശ്വതി, പണ്ടൊരു 6-7 മാസക്കാലം സ്വന്തം വാറ്റുപരയിലെ ശേഖർജി ഒളിപ്പിച്ചിരുത്തിയ ഒരാളുടെ അനുഭവക്കുറിപ്പാ. കുഞ്ചൂസിന് ഓർമ്മ കാണും. ഇടയ്ക്ക് പറയാറില്ലേ അച്ഛൻ ആദ്യമായിട്ട് റാക്ക് കുടിക്കാൻ പഠിപ്പിച്ച ഒരു രാഹുലിനെ കുറിച്ച്? ആ ആൻഡ്രോസിന്റെ നരേന്ദ്രന്റെ ഒക്കെ അനുശോചനത്തിന് പകരം ദാ ഇത് കൊടുക്കാം നമുക്ക്. ദിസ് ഇസ് സോ ടച്ചിങ്. വായിച്ചപ്പോ വല്ലാണ്ട് കണ്ണു നിറഞ്ഞു പോയി എനിക്ക്.